കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെ നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിക്കുന്ന വൈപ്പിൻ മുനമ്പം മനുഷ്യച്ചങ്ങല ആരംഭിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും കൊച്ചി രൂപതയുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും വൈപ്പിനിലെ എല്ലാ സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികാണ്. സുധീഷ്, മനുഷ്യച്ചങ്ങല മുനമ്പം അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? കെ പി സുരേഷ് 4 മണിക്കാണ് മനുഷ്യച്ചങ്ങല ആരംഭിച്ചത്. വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള ഭാഗത്താണ് മനുഷ്യച്ചങ്ങല തീർത്തത്. കോട്ടപ്പുറം വരാപ്പുഴ അതിരൂപതകളുടെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ ഈ മനുഷ്യച്ചങ്ങല പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപത പ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മൾ മനുഷ്യച്ചങ്ങലയുടെ ഈ പദ്ധതി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു. പ്രത്യേകിച്ച് വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളും അതോടൊപ്പം തന്നെ കൊച്ചി എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ മക്കളും വൈപ്പിങ്ങരയിലുള്ള എല്ലാവരും അണിനിരന്ന് കോട്ടപ്പുറം രൂപതയിലെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു മനുഷ്യച്ചങ്ങല. ഇത് മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ്. ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ ചങ്ങലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ പാവപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അണിനിരന്നുകൊണ്ടുള്ള ആ ഒരു യാത്ര, അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെയാണ്. ഇത് അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനും എതിരായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു മനുഷ്യച്ചങ്ങല തന്നെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവരുടെ അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വിഷമമായിട്ട് അവരുടെ കാലിലും അവരുടെ ഹൃദയത്തിലുമൊക്കെ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന അവരുടെ ഈ ചങ്ങലകൾ അഴിക്കാൻ വേണ്ടി മനുഷ്യരുടെ സ്നേഹത്തോടുള്ള ചങ്ങല, അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ഒരു പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സമയം? തീർച്ചയായിട്ടും 3 മാസം ഞങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. ഡിസംബറിൽ തന്നെ അത് ചെയ്തു തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ തന്നെ അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത് ആയതിനാൽ അത് ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവായിട്ട് വന്നാൽ മാത്രമേ ഞങ്ങളിനി മറ്റുള്ള രീതിയിലേക്ക് പോകേണ്ടി വരുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. ഇന്നലെ ഇവിടെ കമ്മീഷൻ വന്നു, ഇവിടെയുള്ള ആളുകളുമായിട്ട് കണ്ടു. അവരും ജനങ്ങളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇവരുടെ ശാശ്വതമായൊരു പരിഹാരം സാധിച്ച് കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെ നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച വൈപ്പിൻ മുനമ്പം മനുഷ്യച്ചങ്ങല എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും കൊച്ചി രൂപതയുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും വൈപ്പിനിലെ സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധം നീട്ടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സമരസമിതി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യച്ചങ്ങല മുൻനിരയിൽ പ്രവർത്തിച്ചവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.